ആ ഒരു കോഴ്സിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പോൾ ആ കോഴ്സ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് പോകാൻ. അത് എന്ത് കോഴ്സാണെന്നുള്ളത് നിങ്ങൾ സിനിമ കഴിഞ്ഞ് മനസ്സിലാവും. എല്ലാവർക്കും അങ്ങനെ ജനറലി അറിയാൻ വയ്യാത്ത സാധനങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ ആ സിനിമയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് മിഥുൻ മേനോൻ തോമസ് പറഞ്ഞിരിക്കുന്നത്. ഏപ്രിൽ 10 തുടങ്ങിയിട്ട് ഒരു ഓഗസ്റ്റ് 10 വരെ പോകുന്ന രീതിയിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. ഇപ്പൊന്നറിയില്ല. നിലവിൽ പ്രീ പ്രൊഡക്ഷനാണ് എല്ലാവരും തൂക്കാണ്. നിലവിൽ പ്രീ പ്രൊഡക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രീ പ്രൊഡക്ഷനാണ്. ഇത് എല്ലാവർക്കും ആ സെപ്പറേറ്റ് BGM തന്നെയാണ് വരാൻ പോകുന്നത്. അത് കാണുമായിരിക്കും, എനിക്കറിയില്ല അതിനെപ്പറ്റി. എന്തായാലും ആ BGM എന്തായാലും ഉണ്ടാവേണ്ടതാണ്. അത് ഓരോ ക്യാരക്ടറിൻ്റെ സിഗ്നേച്ചറാണ്. അപ്പോൾ ആ ക്യാരക്ടർ തന്നെയായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അത് വരേണ്ടതാണ്. എനിക്കറിയില്ല, അത് നമ്മൾ ആക്ടേഴ്സ് മാത്രമാണ്. ഇതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് സംവിധായകനാണ്. വരേണ്ടതാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ 3 അനൗൺസ് ചെയ്തപ്പം 3D വരുമെന്നാണ് അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെ 3D തന്നെ ആയിരിക്കുമോ? 3D ഇപ്പം തന്നെ കുറച്ച് വലിയ പടമാണ്, ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചറിലാണ് ഈ സിനിമ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ 3D കൂടെ ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ബഡ്ജറ്റ് ഹൈയിലേക്ക് പോകും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ സിനിമാന്തരീക്ഷത്തിൽ ചിലപ്പോൾ അത്രയും ബിസിനസ് നടന്നില്ലെങ്കിൽ പ്രശ്നമാവും നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് ഫ്രൈഡേ ഫിലിം ഹൗസ്. അപ്പോൾ അത് കാരണം 3D എന്നുള്ളത് അല്ല, നമ്മൾ 2D തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു വലിയ പടമായിരിക്കും. വലിയ പടം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ബഡ്ജറ്റ് വരുന്നൊരു പടമായിരിക്കും. അത് 2 എല്ലാ കാസ്റ്റും ഇതിൽ തന്നെ ഉണ്ടാവും. അത് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ട്? എനിക്കറിയില്ല. പുതിയ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി പുതിയ ആൾക്കാരും കാണും, പഴയ ആൾക്കാർ എന്തായാലും ഉണ്ട്. പുതിയ കുറച്ച് ഇപ്പം ആട് 2 നമ്മുടെ ആട് 1 അഭിനയിക്കാത്ത ആൾക്കാർ, ഐ മീൻ കാണിക്കാത്ത ചില ക്യാരക്ടേഴ്സിനെയൊക്കെ നമ്മൾ ആട് 2 കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ആട് 3 പുതിയ ക്യാരക്ടേഴ്സ് വരേണ്ടതാണ്. അജുവേട്ടന് ചെറിയ ക്യാമിയോ റോളായിരുന്നു ആട് 2 ഉണ്ടായിരുന്നത്. ഇപ്പം ഇതിൽ 3 കൂടുതൽ റോൾ ഉണ്ടാവുമായിരിക്കും. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ടില്ല. അജുചേട്ടൻ വരില്ലേ? അജുചേട്ടൻ വരില്ലേ? ആ പുള്ളി ഉണ്ടല്ലോ അത്. എക്സൈറ്റഡ് ആണ്. ചേട്ടാ, ഈ ആട് 3 ലാസ്റ്റ് ഫിലിം ആയിരിക്കും അതോ ആട് 4 നമുക്ക് പ്രതീക്ഷിക്കാമോ? ആട് 3 കഴിഞ്ഞാൽ അതറിയില്ല കേട്ടോ. ഇപ്പോൾ ആട് 3 വിജയിച്ചാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആട് 4 ഉണ്ടാവുമോ. അല്ല, ആട് ഫസ്റ്റ് തിയേറ്ററിൽ വിജയിക്കാഞ്ഞിട്ട് നമ്മൾ ആ ഒരു റിസ്ക് എടുക്കും. എപ്പോഴും റിസ്ക് എടുക്കാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു ആട് 1 ഒരു വലിയ ബഡ്ജറ്റ് സിനിമ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സെക്കൻഡ് ട്രൈ ചെയ്യാമായിരുന്നു. സെക്കൻഡ് അത് ഫസ്റ്റ് ആടിൻ്റെ ഡബിൾ ബഡ്ജറ്റിലാണ് ചെയ്തത്. ആട് 3 വർക്കൗട്ട് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആട് 4 വരേണ്ടതാണ്. മാസമോ ആട് 3 ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ തന്നെ അത് സ്വീകരിക്കപ്പെടുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വരുന്ന റിവ്യൂസ് ആയാലും ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ അത് ആ ഒരു റിവ്യൂവിൻ്റെ ആ റെസ്പോൺസ് നമ്മൾ തിയേറ്ററിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. തിയേറ്ററിൽ ആൾക്കാർ കുറച്ചും കൂടെ കയറിയാൽ കുറച്ച് നല്ലതായിരിക്കും. കുറച്ചും കൂടെ ആൾക്കാർ കണ്ടാൽ ഇത് നിറഞ്ഞൊരു തിയേറ്ററിൽ ഇരുന്ന് കാണുന്നതാണ് അതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യലിൽ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇന്നലെ വൈകുന്നേരമൊക്കെ തൊട്ട് ആൾക്കാർ കയറി തുടങ്ങി. കുറച്ചും കൂടെ റെസ്പോൺസ് ഉണ്ടെന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഇന്ന് കുറേ നല്ല റിവ്യൂസ് വരുന്നു. മരുത്തരാഴ്ചയിലേക്ക് റിവ്യൂ വരുന്നു. അതൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ ഉദ്ദേശിച്ചേക്ക് അവർക്ക് അവരിലോട്ട് എത്തുന്നുണ്ടെന്നുള്ള അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും എത്തട്ടെ, ആൾക്കാരിലേക്ക് എത്തട്ടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നു.